പ്രൈസ് ദി ലോർഡ്. ഹോളി ടൈഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. Welcome to another episode of Holy Tide Media. Greetings to you all in the matchless name of Lord Jesus Christ. കഴിഞ്ഞ 2 എപ്പിസോഡിൽ നാം ചിന്തിക്കുകയുണ്ടായി, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യഹൂദ സ്പിരിച്വൽ ലീഡേഴ്സ് ഗലീലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്ന്. In the last 2 episodes, we learned that during the time of Jesus Christ, Galilee was not considered very much important by spiritual leaders in Judah. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയോട് കൂടെ വളരെ പ്രാധാന്യം ഗലീലയ്ക്ക് ഉണ്ടായി. However, through the ministry of Jesus Christ, Galilee became very important region. ഗലീലയിലെ അപ്രധാനമായ ഒരു ചെറിയ പട്ടണമായിരുന്നു നയീൻ. Nain was a small and insignificant town in Galilee. എന്നാൽ ഈ പട്ടണം വേദപുസ്തകത്തിന്റെ താളുകളിൽ ഇടം പിടിക്കുവാനിടയായത് യേശുക്രിസ്തു നയീനിൽ വന്ന് ഒരു അത്ഭുതം ചെയ്തതുകൊണ്ടാണ്. Yet this town found its place in the pages of Bible because of the miracle that Jesus Christ performed there. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള ഭാഗത്ത് ഈ സംഭവം നമുക്ക് കാണുവാൻ കഴിയും. We read about this incident in Luke chapter 7 verses 11 to 16. യേശുക്രിസ്തു ഈ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ ഒരു ശവമഞ്ചം പട്ടണത്തിന് പുറത്തേക്ക് വരുന്നു. When Jesus came nigh to the gates of the city, there was a dead man being carried out of the city. ഒരു വിധവയുടെ ഏക മകനായിരുന്നു മരിച്ചത്. It was a only son of a widow had died. ആ വിധവയുടെ കരച്ചിൽ കണ്ട് മനസ്സലിഞ്ഞ് ആ യുവാവിനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. When Lord saw her weeping, he had compassion on her and raised that young man from dead. ഈ സംഭവം വേദപുസ്തകത്തിന്റെ താളുകളിൽ സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ടു. This miracle was written in the golden letters in the pages of Bible. അതുകൊണ്ട് ഈ സ്ഥലം കഴിഞ്ഞ 2000 വർഷമായി ലോകപ്രസിദ്ധമാണ്. Because of this miracle, the small town of Nain has become known throughout the world for nearly 2000 years. നോക്കൂ, കർത്താവ് ആ പട്ടണത്തിൽ വന്നതുകൊണ്ട് മരിച്ച ഒരുവൻ ഉയർത്തെഴുന്നേറ്റ്, കൂടാതെ വിധവയുടെ കരച്ചിൽ നിന്നു. Look, because Jesus Christ came to that town, a dead man received life again, and there was an end to the cry and weeping of that mother. കർത്താവ് നമ്മിൽ വന്നാൽ നമ്മുടെ വിലാപം മാറ്റുക മാത്രമല്ല, ചില മരിച്ച അവസ്ഥകൾ ജീവൻ പ്രാപിക്കുകയും ചെയ്യും. In the same way, if Lord comes to our life, not only our mournings will be changed into joy, but the dead areas in our lives would be also brought back to life. നയീൻ എന്ന ഈ ചെറു പട്ടണത്തെ നമുക്ക് വേണമെങ്കിൽ ഈ ലോകത്തോട് ഉപമിക്കാം. We can compare this small city Nain to this world. മരിച്ച ബാല്യക്കാരനെ നമുക്ക് മനുഷ്യകുലത്തോട് ഉപമിക്കുവാൻ കഴിയും. The dead young man can be represented as the humankind. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും പാപം ചെയ്ത് ആത്മീയ മരണത്തിലായവരാണ്. All these people in this world are spiritually dead because of their sin. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. In Bible, Romans 5:12 says, "Wherefore as by one man sin entered into the world, and death by sin. And so death passed upon all men, and for that all have sinned." ആദ്യ പിതാവായ ആദാം അനുസരണക്കേട് മൂലം പാപം ചെയ്തപ്പോൾ ആത്മീയമായി മരിച്ചു. When our forefather Adam sinned in disobedience, he died spiritually. ആദാമിൽ നാം എല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് നാം എല്ലാവരും ആ മരണത്തിന് കീഴടങ്ങി മനുഷ്യകുലം ശപിക്കപ്പെട്ടു. Because all humankind came from Adam, we were subdued under that death, and mankind was cursed. എന്നാൽ ആത്മീയ മരണത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷ പ്രാപിപ്പാൻ ദൈവം മനുഷ്യകുലത്തെ സ്നേഹിച്ച ഒരു വഴി തുറന്നു തന്നു. അതാണ് കർത്താവായ യേശുക്രിസ്തു. God loved mankind. He made a way for us to be saved from spiritual death, sin, and curse. And the Lord Jesus Christ is that way.
യോഹന്നാന്റെ സുവിശേഷം 3-16 നാം കാണുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. John 3:16 says, "For God so loved the world that he gave his only begotten Son, that whoso believeth in him should not perish, but have everlasting life." സകല മനുഷ്യകുലവും മനുഷ്യകുലത്തിൻ്റെയും പാപം യേശുക്രിസ്തു ഏറ്റെടുത്ത് ക്രൂശിൽ കയറി മരിച്ചു. Jesus Christ took upon himself the sin of the whole world, and he went to cross and died for our sin. അവിടുന്ന് അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. He was buried and rose up again on the third day and still lives for us today. നിത്യജീവനായ ക്രിസ്തു നിങ്ങളിൽ വന്നാൽ നിത്യ മരണത്തിന്റെ ശക്തി നിങ്ങളെ വിട്ട് മാറുവാനിടയാണ്. Christ, who is eternal life, comes to your life, and the power of the eternal death will be removed from you. 9 മരണവും ജീവനും തമ്മിൽ കണ്ടുമുട്ടുന്നു. At 9, death and life meet. മരണം ജീവനായ ക്രിസ്തുവിന്റെ മുമ്പാകെ പരാജയപ്പെടുന്നു. Death is defeated before Christ. ആദാം മുതൽ ക്രിസ്തു വരെ 4000 വർഷം മനുഷ്യകുലത്തെ മരണവും പാപവും അടക്കി വാണു. For 4,000 years from Adam to Christ, death and sin has dominated over humanity. സാക്ഷാൽ ജീവനായ ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മരണത്തിന്റെ ശക്തിയെ കാൽവരി ക്രൂശിൽ തൻ്റെ മരണത്താൽ തോൽപ്പിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. Jesus Christ, who is true and eternal life, came to this world and defeated sin and the power of the death through his death on the cross of Calvary. അങ്ങനെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മാനവജാതിയെ മോചിപ്പിച്ചു. Thus freeing humankind from sin, curse and death. പ്രിയ സ്നേഹിത, താങ്കളിലുള്ള മരണത്തിന്റെ ശക്തിയെയും പാപത്തെയും തോൽപ്പിക്കണമെങ്കിൽ സാക്ഷാൽ ജീവനായ ക്രിസ്തു താങ്കളിൽ വരണം. Dear friends, if you want victory over sin and the power of death, Christ, who is life itself, must come into your heart. നിങ്ങളാകുന്ന നയിനിലേക്ക് യേശുക്രിസ്തുവിനെ ക്ഷണിക്കുക. If your life seems that of a nine, invite Jesus Christ into your life today. നിങ്ങളുടെ വിലാപത്തെ മാറ്റി ആത്മീയമായി ജീവൻ തന്ന് സ്വർഗത്തിലേക്കുള്ള വഴി നിങ്ങളുടെ മുമ്പാകെ തുറക്കപ്പെടുവാനിടയാകും. He can turn your mourning into joy and open before you the way of eternal life. യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയ കവാടത്തിൽ നിന്ന് മുട്ടുന്നു. Jesus Christ is knocking at the door of your heart. തുറക്കുമോ നിങ്ങളുടെ ഹൃദയവാതിൽ? Will you open the door of your heart? ദയവായി ഒരു നിമിഷം ആത്മാർത്ഥമായി ഇങ്ങനെ പ്രാർത്ഥിക്കുക. If you would like to receive him, pray with us sincerely from your heart. കർത്താവായ യേശുവേ, എൻ്റെ എല്ലാ പാപ സ്വഭാവത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. അങ്ങ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Lord Jesus, deliver me from all my sinful nature, and I believe that you have died on the cross for me and rose again from death. അങ്ങേ എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ അംഗീകരിക്കുന്നു. I accept you as my Lord and Savior. എനിക്ക് സന്തോഷവും സമാധാനവും തരണമേ. Lord, give me joy and peace. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. I pray in the name of Jesus Christ. Amen. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless you all.